പ്രവാസി സഹോദരങ്ങൾ 40 ലക്ഷത്തോളം മലയാളികൾ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ഏതെങ്കിലും സേവനം ലഭ്യമാകണമെങ്കിൽ നാട്ടിലേക്ക് വന്ന് ആ പ്രശ്നങ്ങളിൽ നേരിട്ട് അവതരിപ്പിച്ച് പരിഹാരം കണ്ട് മടങ്ങി പോകേണ്ട അവസ്ഥയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. വിവരസാങ്കേതിക വിദ്യ വലിയ തോതിൽ വികസിച്ച ഈ കാലത്ത് അതിന് മാറ്റം വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനുതകുന്ന ഇടപെടൽ കൂടിയായി മാറും കേസ്മാർ. ഇത് ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുന്ന ഒരു കാര്യമാണ്. ഇത് സേവനങ്ങൾ പൂർണ്ണമായും ജനോന്മുഖമായി മാറിത്തീരുന്നതിനിടയാക്കും. പൊതുസ്ഥാപനങ്ങൾ ജനസൗഹൃദപരമാകും. അഴിമതി കുറയുന്നേ ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ. പക്ഷേ അഴിമതി കുറഞ്ഞാൽ പോരാ, അഴിമതി ഇല്ലാതാകും. അതാണ് നാം ലക്ഷ്യമിടുന്നത്. ഇവിടെ അഴിമതി കുറച്ചധികം നിലനിൽക്കുന്ന സ്ഥലങ്ങൾ ഏതാണെന്ന് ഇവിടെ കൂടിയവർക്ക് എല്ലാവർക്കും അറിയാറ്. നിങ്ങളെല്ലാവരും ദൈനംദിനം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. ആ കാര്യത്തിൽ നിങ്ങളെല്ലാവരും ദൈനംദിനം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണല്ലോ. ആ കാര്യത്തിൽ നിങ്ങൾക്കറിയാം, ചിലർ ഇതൊരു കലയായി സ്വീകരിച്ചവരുണ്ട് എന്ന്. നമ്മുടെ ഇടയിൽ തന്നെ നമ്മുടെ എന്ന് ഞാൻ പറയുന്നത് ഒരു ബഹുവചനം തെറ്റായി ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ഒരു പ്രത്യേക വിഭാഗത്തിനിടയിൽ ഇതൊരു പ്രത്യേക അവകാശം പോലെ കരുതി നടക്കുന്നവരുണ്ട്. അവർ ഇതെന്തോ ഒരു അവകാശമായിട്ട് കരുതുകയാണ്. അവിടെയാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ അവകാശം ചെയ്ത ജോലിക്ക് ശമ്പളം വാങ്ങുന്നതിനാണ്. അതോടൊപ്പം മറ്റൊരു ചുമതല അതിനോടൊപ്പം വരികയാണ്. ആ ചുമതല ജനങ്ങളെ സേവിക്കലാണ്. ഒരു കസേരയിൽ ഇരിക്കുന്നത് അത് സാധാരണ ഇതുമായി ബന്ധപ്പെട്ട ഏത് ഓഫീസിലെ ഉത്തരവാദപ്പെട്ട കസേരയായാലും ആ കസേര ഇരിക്കുന്നവരെല്ലാം അവരുടെ പ്രധാനപ്പെട്ട ചുമതല ജനങ്ങളെ സേവിക്കലാണ് എന്ന് മനസ്സിലാക്കണം. അതിന് എന്തെങ്കിലും കൈപ്പറ്റി കളയാം എന്ന് ധരിക്കാൻ പാടില്ല. ഇത് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ജനന മരണ സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം മറ്റ് കെട്ടിടങ്ങളും മറ്റും നിർമ്മിക്കുന്നതിനുള്ള അനുമതികൾ, ഇത്തരം കാര്യങ്ങളിലെല്ലാം ഓൺലൈനായിട്ടാണ് ഇനി കാര്യങ്ങൾ നടക്കുക. ബഹുമാനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അതിൻ്റെ മിനിറ്റും സെക്കൻഡും ഒക്കെ കൃത്യമായിട്ട് പറയുകയും ചെയ്തു. കെ സ്മാർട്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.